ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്നും നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സാണ് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് നിഫ്റ്റിയെ സപ്പോർട്ട് ചെയ്തത്. നിഫ്റ്റി 50 25,285 ക്ലോസ് ചെയ്തപ്പോൾ 103 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് 417 പോയിൻറ്റ്സ് ഉയർന്ന് 56,609 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന് 58,697 ക്ലോസ് ചെയ്തപ്പോൾ 267 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 133 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായത്. 18,133 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്ന് 10.10 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 82,500 ക്ലോസ് ചെയ്തപ്പോൾ 328 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഇന്ന് കാണാൻ സാധിച്ചത്. DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII ഇന്ന് 1,707 കോടി ഒരു നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII ചെറിയ തോതിലെങ്കിലും വഴിയും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് 459 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു FII. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,077 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 25,108 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 25,046 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 25,181 ക്ലോസ് ചെയ്തു. ഫ്രൈഡേ ഇന്ന് 25,285 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ച 1.57% ഗെയിനാണ് നിഫ്റ്റിയിൽ കണ്ടത്. 391 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണെന്ന് നിഫ്റ്റിയിൽ ഈ ആഴ്ച ഉണ്ടായത്. നിഫ്റ്റിയുടെ ഈ വർഷത്തിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,285 നിൽക്കുമ്പോൾ 6.94% പ്രോഫിറ്റാണ് കഴിഞ്ഞ ഓൾമോസ്റ്റ് 10 മാസമായിട്ട് നമുക്ക് നിഫ്റ്റി 50യിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ 50യുടെ ഈ കഴിഞ്ഞ 12 മാസത്തിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 2024 ഒക്ടോബർ 30 24,205 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 25,285 നിൽക്കുമ്പോൾ 4.46% പ്രോഫിറ്റാണ് കഴിഞ്ഞ 12 മാസമായിട്ട് നിഫ്റ്റി എന്ന് കാണാൻ സാധിക്കുന്നത്. DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച ഒരു ദിവസം മാത്രമേ FII സെല്ലിലായിരുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും FII ബൈയിലായിരുന്നു. DIIയും എല്ലാ ദിവസവും ബൈയിലായിരുന്നു. DII ഈ ആഴ്ച 8,391 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അതുപോലെ FII ഈ ആഴ്ച 2,975 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ്, സെൻസെക്സ് എന്നതിൻ്റെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ ഇത് വീക്ക്ലി സമ്മറിയാണ് കാണിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഈ ആഴ്ച 1.84% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 2.08% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 1.43% റാലി നടത്തി. സെൻസെക്സ് 1.59% റാലിയാണ് ഈ ആഴ്ച ആകെ നടത്തിയിട്ടുള്ളത്. ഇന്നത്തെ സെക്ടർ വൈസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സെയിം ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ബാക്കി സ്ക്രീൻ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. ഇതിൽ നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി എന്നീ സെക്ടേഴ്സ് എബോവ് 1% റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ എന്ന് 26,721 ക്ലോസ് ചെയ്തപ്പോൾ 134 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 149 പോയിൻറ്റ്സ് ഉയർന്ന് 35,393 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 26,842 ക്ലോസ് ചെയ്തപ്പോൾ 117 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 54,966 ക്ലോസ് ചെയ്തപ്പോൾ 259 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,742 ക്ലോസ് ചെയ്തപ്പോൾ 148 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 30 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് ഉണ്ടത്. 9182 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT ഇന്ന് 35,609 ക്ലോസ് ചെയ്തപ്പോൾ 19 പോയിൻറ്റ്സിൻ്റെ കുറവ് കണ്ടു. നിഫ്റ്റി മീഡിയ 15,671 ക്ലോസ് ചെയ്തപ്പോൾ 4 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 94 പോയിൻറ്റ്സിൻ്റെ കുറവാണെന്ന് കണ്ടത്. 10,261 ക്ലോസ് ചെയ്തത്. ഓൾമോസ്റ്റ് 0.91% ഇടിവാണ് കണ്ടത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സെയിം ആണ്. 11,467 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 22,108 ക്ലോസ് ചെയ്തപ്പോൾ 282 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 7695 ക്ലോസ് ചെയ്തപ്പോൾ 126 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 14 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് കണ്ടത്. 896 ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് ഈ ആഴ്ചത്തെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച സമ്മറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി മീഡിയ, നിഫ്റ്റി മെറ്റൽ എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും വീക്ക്ലി സമ്മറിയിൽ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 0.12% ഇടിവാണ് കണ്ടത്. നിഫ്റ്റി എനർജി 0.05% ഗെയിൻ കണ്ടു.
നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 1.57% റാലി നടത്തി. നിഫ്റ്റി FMCG 0.37% ഫോളാണ് കണ്ടത്. നിഫ്റ്റി ഹെൽത്ത് കെയർ 3.19% നല്ലൊരു റാലിയാണ് നടത്തിയത്. നിഫ്റ്റി ഇൻഫ്ര 1.21% റാലി നടത്തി. നിഫ്റ്റി ITയും 4.89% നല്ല റാലി നടത്തി. നിഫ്റ്റി മീഡിയ 2.69% ഫോളാണ് കണ്ടത്. നിഫ്റ്റി മെറ്റൽ 0.15% ഫോളോ കണ്ടു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 0.82% റാലി നടത്തി. നിഫ്റ്റി ഫാർമ 2.12% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 1.48% റാലി നടത്തി. നിഫ്റ്റി റിയാലിറ്റി 2.35% റാലിയാണ് ഈ ആഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ചത്തിലുള്ള ടോട്ടൽ സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്. മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള മൂവ്മെൻറ്റാണ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1708 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1109 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സിപ്ല 3.22% റാലി നടത്തി. SBI 2.15% റാലി നടത്തി. മാരുതി സുസുക്കി 1.75%, ബജാജ് ഓട്ടോ 1.55%, ഡോക്ടർ റെഡ്ഡീസ് 1.47%, ONGC 1.21%, NTPC 1.15%, ആക്സിസ് ബാങ്ക് 1.11%, പവർ ഗ്രിഡ് 1.05%, ഭാരത് ഇലക്ട്രിക്കൽ 1.01% റാലിയാണെന്ന് കണ്ടത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ സ്റ്റീലിൽ നിന്ന് 1.44% ഫോൾ നടത്തി. TCS 1.09%, HDFC Life 0.93%, ടെക് മഹീന്ദ്ര 0.64%, JSW Steel 0.63%, ശ്രീറാം ഫിനാൻസ് 0.60%, ടൈറ്റാൻ 0.53%, ബജാജ് ഫിൻസർവ് 0.51%, ടാറ്റ മോട്ടോഴ്സ് 0.32%, അപ്പോളോ ഹോസ്പിറ്റൽ 0.18% ഫോളാണ് കണ്ടത്. ഇതൊരു ബയേഴ്സ് അല്ല, റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റ്സ്. വീക്ക്ലി സമ്മറിയും ഈ ന്യൂസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നമുക്ക് മൺഡേ കാണാം. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.